പ്ലാസ്റ്റിക് പൂവും ഒറിജിനൽ പൂവും കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ഇന്നേ വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഒരു തേനീച്ച പ്ലാസ്റ്റിക് പൂവിൽ ചെന്നിരിക്കുന്നത്. അതിന്റെ സെൻസ് കൊണ്ട് അതിനറിയാം തേനിരിക്കുന്നത് ഒറിജിനൽ പൂവിലാണെന്ന്, അല്ലേ? അത് അതിൽ തന്നെ ചെന്നിരിക്കുന്നവരെയാണ്. ഇതുപോലെ നിങ്ങൾ എറുമ്പിനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എവിടെയാണോ മധുരം അല്പം തുറന്നു വെച്ച് നോക്കൂ നിങ്ങൾ, അതിന്റെ സ്മെല്ല് തട്ടിക്കഴിഞ്ഞാൽ എത്രയോ കിലോമീറ്ററിൽ നിന്നും നടന്നുകൊണ്ട് അത് എഴഞ്ഞുകൊണ്ട് അവിടെ എത്തിച്ചേരും. അപ്പൊ അതിനറിയാം അവിടെ മധുരമുണ്ടെന്ന്. എന്നാൽ നിങ്ങൾ പഞ്ചസാര ഭരണിയിൽ എറുമ്പിനെ പറ്റിക്കാൻ വേണ്ടി സാൾട്ട് എഴുതി വെച്ചാൽ അവന് കൺഫ്യൂഷൻ ആവൂ? അവനൊരിക്കലും കൺഫ്യൂഷൻ വരില്ല. അവൻ നോക്കിയിട്ട് ഞാൻ വിചാരിച്ചു പഞ്ചസാരയാണെന്ന്, പക്ഷെ ഇവിടെ എത്തിയപ്പോഴല്ലേ മനസ്സിലായി സാൾട്ട് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. സോറി, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് ഇന്നേ വരെ ഒരു എറുമ്പും പറഞ്ഞിട്ടില്ല. അവനറിയാം ഏതാ പഞ്ചസാര ഏതാ സാൾട്ട് എന്നുള്ളത്. അതുകൊണ്ട് അവന്റെ സെൻസ് പോലെ നമ്മുടെ ജീവിതത്തിലും നമുക്കൊരു വിവേകത്തിന്റെ സെൻസ് വേണം. എന്താ സെൻസ്? എവിടെയാണ് സന്തോഷമിരിക്കുന്നത്, എവിടെയാണ് ആനന്ദമിരിക്കുന്നതെന്ന് എപ്പോഴും എപ്പോഴും നമ്മൾ നമ്മളോട് ചോദിക്കണം. മനസ്സ് പറയും, കണ്ണുകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പലതും. ഈ ഭാര്യ അടുത്തുണ്ടെങ്കിൽ സന്തോഷമുണ്ട് കേട്ടോ എന്ന്, അല്ലെങ്കിൽ ഭർത്താവ് അടുത്തുണ്ടെങ്കിൽ സന്തോഷമുണ്ട്, അല്ലെങ്കിൽ ഓഫീസിൽ സന്തോഷമുണ്ട്. ചിലർ പറയും ഓഫീസിലല്ല സന്തോഷം, വീട്ടിലാണ് സന്തോഷം എന്ന്. ചിലർ പറയും വീട്ടിലല്ല സന്തോഷം, ഓഫീസിലാണെന്ന്. ഒരു ദിവസം ഒരു ഭർത്താവ് ലേറ്റായിട്ട് ഓഫീസിലെത്തി. മാനേജർ കുറെ ഫയർ ചെയ്തു. നിങ്ങൾക്ക് എന്താ തോന്നിയതുപോലെ കയറി വരാൻ പറ്റും, ഇതെന്താ ചന്തപ്പറമ്പോ, ഇതെന്താ കച്ചവട സ്ഥാപനോ എന്നൊക്കെ കുറഞ്ഞ് കുറെ ചീത്ത പറഞ്ഞിട്ട് പറഞ്ഞു, താൻ ഇന്നിവിടെ നിൽക്കണ്ട, തനിക്ക് ഇന്ന് എന്തായാലും ഞാൻ രജിസ്റ്റർ ചെയ്യില്ല, താൻ ഏത് നരകത്തിൽ പോയി തൊലഞ്ഞാൻ എനിക്ക് കുഴപ്പമില്ല, പോവിടുന്നെന്ന് പറഞ്ഞു. കെട്ടാവിടുന്ന് വന്നു, പുറത്താക്കി. ഇയാൾ നേരെ വീട്ടിൽ വന്നു. ഉടനെ ഭാര്യ ചോദിച്ചു, എന്താ നിങ്ങൾ ഓഫീസിൽ പോയിട്ട് ഇത്ര വേഗം തിരിച്ചു വന്നത് എന്ന് പറഞ്ഞു. ഞാൻ ലേറ്റായിട്ട് പോയിട്ട് മാനേജർ പറഞ്ഞു ഏത് നരകത്തിൽ പോയി തൊലഞ്ഞാൻ എനിക്ക് കുഴപ്പമില്ല. എന്നിട്ട് എന്തിനാ ഇങ്ങോട്ട് വന്നത്? പിന്നെ ഞാൻ വേറെ എവിടേക്കാ പോവാന്ന്. മനസ്സിലായില്ലേ? ചിലർക്ക് നരകമാണ് വീട്, ചിലർക്ക് ഓഫീസ് സ്വർഗമാണ്, ചിലർക്ക് ഓഫീസ് നരകമാണ്, ചിലർക്ക് വീട് സ്വർഗമാണ്. ഓരോരുത്തരെയും ആശ്രയിച്ചിരിക്കും ഓരോ കാര്യങ്ങളെന്ന്. ഇതൊക്കെയാണ് നമ്മുടെ കണ്ണുകൾ നമ്മളോട് പറഞ്ഞ് ഉറപ്പിച്ചിരിക്കുന്നത്. ഇതുണ്ടെങ്കിൽ പേരക്കുട്ടി അടുത്തുണ്ടെങ്കിൽ സ്വർഗം, അല്ലെങ്കിൽ മരുമകൾ അടുത്തുണ്ടെങ്കിൽ നരകം, അല്ലെങ്കിൽ അമ്മായിയമ്മ അടുത്തുണ്ടെങ്കിൽ സ്വർഗം, അമ്മ അടുത്തുണ്ടെങ്കിൽ നരകം. ഇതിങ്ങനെ മനസ്സ് നമ്മളോട് പറഞ്ഞ് ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ തരത്തിലുള്ള അറിവിൽ നിന്നും മനസ്സിനോട് ചോദിക്കണം, ഇതാണോ വാസ്തവമെന്ന്. വാസ്തവം മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? വാസ്തവം വസ്തു ശിവതം. വാസ്തവമായിരിക്കുന്ന സുഖം എന്ന് പറയുന്നത് ശിവതമായിരിക്കുന്ന സത്യത്തിലാണ്, ഈശ്വരനിലാണെന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ സുഖം, സന്തോഷം, ആനന്ദം ഇതൊക്കെ ഭഗവാനിലാണെങ്കിൽ വാസ്തവത്തിൽ ആരടുത്തുണ്ടെങ്കിലും ആരടുത്തില്ലെങ്കിലും എനിക്ക് സന്തോഷമായി ആനന്ദമായി ഇരിക്കാൻ സാധിക്കും. ഇത് നമുക്കങ്ങോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആരുണ്ടായാലും കുഴപ്പമില്ല, ആരില്ലെങ്കിലും കുഴപ്പമില്ല. അത് ക്ലിക്ക് ചെയ്യാൻ നല്ല പാടാ. കാരണം എളുപ്പത്തിലൊന്നും ഇതങ്ങോട്ട് തലയിലേക്ക് കയറില്ല. കാരണം മനസ്സ് കുറേ കാലം പറഞ്ഞു പരിശീലിച്ചത് എന്താണ്? അതുണ്ടെങ്കിൽ സുഖം, ഇതില്ലെങ്കിൽ ദുഃഖം എന്നാണ് മനസ്സ് പറഞ്ഞ് പരിശീലിപ്പിച്ചിരിക്കുന്നത്. അതിനെയൊക്കെയാണ് നമ്മൾ മാറ്റിമറിക്കേണ്ടത്. അത് നല്ലവണ്ണം വിചാരം ചെയ്ത് ഉറപ്പിക്കണമെന്ന് പറയണം. അതുകൊണ്ട് കുട്ടികളെ, കേവലം മൃഗങ്ങളെ പോലെ ജീവിക്കാനല്ല നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ വന്നിരിക്കുന്നത് അനന്തം ബ്രഹ്മസുഖം, ജീവിതം ആനന്ദമാക്കി തീർക്കാനാണ്. അതിനെന്ത് വേണം? തപസ് ചെയ്യണമെന്ന് പറയണം. തപോ ദിവ്യം, ദിവ്യമായ തപസ് ചെയ്യണം. അതെന്താ ദിവ്യമായ തപസ് എന്ന് പറയുന്നത്? ഈ വാക്കുകൾ ശ്രദ്ധിക്കണം. തപിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചൂടാക്കുക എന്നാണ് അർത്ഥം. ഒരു വസ്തുവിനെ ചൂടാക്കും തോറും അത് പരിശുദ്ധീകരിക്കപ്പെടും. ഇപ്പൊ സ്വർണം നിങ്ങൾ ചൂടാക്കും തോറും അതിലുള്ള ഒറിജിനൽ സ്വർണവും അതിൽ കലർപ്പും വേർവിട്ടു പോകും. പാല് നിങ്ങൾ ചൂടാക്കും തോറും അതിൽ ചേർത്ത വെള്ളം അത് പോയിട്ട് അത് പരിശുദ്ധമായി തീരും. ഏത് വസ്തുവും തപിപ്പിക്കുമ്പോൾ പരിശുദ്ധമായി തീരും. അങ്ങനെയാണല്ലോ. നമ്മുടെ വസ്ത്രത്തിൽ അഴുക്ക് പറ്റിയാൽ നിങ്ങൾ തിളപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ അഴുക്കൊക്കെ ഇളകിപ്പോവും. എല്ലാം ചൂടാക്കും തോറും അത് ഉരുകിക്കൊണ്ട് പരിശുദ്ധീകരിക്കാൻ തുടങ്ങും. ഇപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെയാ നമ്മളെ തപിപ്പിക്കേണ്ടത്? ഒരു ഗ്യാസ് ലൈറ്റർ അടിച്ചിട്ട് അതിൻ്റെ അടുത്തിരുന്നാൽ മതിയോ നമ്മൾ? അല്ലെങ്കിൽ നട്ടുച്ചയ്ക്ക് റോട്ടിലിറങ്ങി നിന്ന് ഞാൻ തപസ് ചെയ്യാണ്, എന്തിനു വേണ്ടിയിട്ട്? അനന്തം ബ്രഹ്മസുഖം അനുഭവിക്കാൻ തപസ് ചെയ്യണമെന്ന് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പിന്നെ റോട്ടിലിറങ്ങി നിന്ന് നോക്കാമെന്ന്. അങ്ങനെ നമ്മളെ ചൂടാക്കിയാൽ മതിയോ? അല്ലെങ്കിൽ 4 ആളുകളോട് പറയാം നിങ്ങൾ ചീത്ത പറഞ്ഞോളൂ എന്നെ ഇന്ന് ചൂടാക്കുമെന്ന്. അതെന്തിനാണ്? ദിവ്യമായ തപസ് ചെയ്താലേ എനിക്ക് അനന്തം ബ്രഹ്മസുഖം കിട്ടുള്ളൂ എന്ന്. ഒരാൾ ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ എനിക്കൊരു ഉഷാറില്ല, രാവിലെ എണീക്കുമ്പോഴേ ഒരു അലസത, ഉന്മേഷമില്ല, ഊർജ്ജമില്ല, ഉത്സാഹമില്ല, അങ്ങൊരു മരുന്ന് തരൂ. ആ മരുന്ന് കഴിച്ചാൽ അപ്പോൾ എനിക്ക് ഉത്സാഹം വേണമെന്ന്. അങ്ങനത്തെ ഒരു മരുന്ന് തരുമെന്ന്.
ഉടനെ ഡോക്ടർ പറയാണ്, അതിന് മരുന്നിന്റെ ഒന്നും ആവശ്യമില്ല, എന്റെ ബില്ല് കിട്ടുമ്പോഴേ നിനക്ക് ഉത്സാഹം കൂടുന്നു. മനസ്സിലായില്ലേ? ആ ബില്ലിന് അത്രയും ശക്തിയുണ്ട് നിനക്ക് ഉത്സാഹം തരാൻ, പിന്നെ നീ തളരില്ല എന്ന് പറയണം. ഇതുപോലെ നമ്മൾ ഏത് തപസ് ചെയ്താലാണ് നമുക്ക് ഉത്സാഹം, ഉന്മേഷമൊക്കെ കിട്ടുക, ആനന്ദമൊക്കെ കിട്ടുക? അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? സാധാരണ നമ്മൾ ഈ തപസ് എന്നുള്ള വാക്കിനെയൊക്കെ തെറ്റിദ്ധരിക്കുക. ഈ ഹിരണ്യകശിപു ഹിരണ്യാക്ഷന്റെ ഒക്കെ കഥ കഴിയുമ്പോൾ ഒരു കാലിന്റെ മുകളിൽ ഒരു കാല് വെച്ചുകൊണ്ടൊക്കെ തപസ് ചെയ്ത കഥയാണ്. ഏറ്റവും വലിയ തപസ് എന്ന് പറയുന്നത് പ്രേമത്തോടുകൂടിയുള്ള സ്മരണയ്ക്കാണ് തപസ് എന്ന് പറയും. ഇവിടെ ഭാഗവതത്തിന്റെ ദൃഷ്ടിയിലുള്ള തപസ് അതാണ്. ഒരു നിമിഷം പോലും നമ്മൾ വിടാതെ ഭഗവാൻ കൂടെയുണ്ടെന്ന സ്മരണയിൽ ജീവിക്കലാണ്. വേറെ എന്തൊക്കെ മറന്നാലും ഭഗവാനെ മാത്രം മറക്കരുത്. കാരണം വാസ്തവം വസ്തു, അത് മാത്രമാണ് വാസ്തവമായ സത്യം. അതാണ് എപ്പോഴും കൂടെ ഉള്ളത്. അതുകൊണ്ട് മനസ്സെ നീ ആരൊക്കെ മറന്നുപോയാലും ഭഗവാന്റെ സ്ഥാനം അല്ലെങ്കിൽ ഭഗവാന്റെ സാന്നിധ്യം അത് നീ മറന്നു പോകരുത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ദേഷ്യം വരുമ്പോൾ നമുക്ക് ഈ തപസ് ചെയ്യാൻ സാധിച്ചാലോ? ദേ ഭഗവാനെ മറക്കരുത് കേട്ടോ എന്ന്. അപ്പൊ ഉടനെ മനസ്സ് പറയും, ദേ ആനന്ദമിരിക്കുന്നത് ഭഗവാനിലാണ്, അത് മറക്കുന്നതുകൊണ്ടാണ് ദേഷ്യം വരുന്നത്. ആ തപസ് ചെയ്താൽ അപ്പം ആനന്ദത്തിലേക്ക് മനസ്സിനെ നയിച്ചുകൂടെ? സന്തോഷത്തിലേക്ക് നയിച്ചുകൂടെ? അതുപോലെ നമുക്ക് ഒരു മൂഡ് ഓഫ് ആയിട്ട് എന്തോ കാരണത്താൽ ആകെ മൂഡ് ഓഫായി, നമുക്കൊരു സുഖമില്ല. ആ ഒരു സമയത്ത് നമുക്ക് ഈ തപസ് ചെയ്യാൻ സാധിച്ചാലോ? ദേ മനസ്സേ നീ ഭഗവാനെ മറക്കരുത് കേട്ടോ. ഉടനെ മനസ്സ് പറയും, ദേ സന്തോഷമിരിക്കുന്നത്, ഉത്സാഹമിരിക്കുന്നത് ഭഗവാനിലാണ് കേട്ടോ. ആ നിമിഷം നമുക്ക് സടകുടഞ്ഞെണീക്കാൻ പറ്റും. അപ്പൊ നമ്മളെയൊക്കെ ഭാഗവതം ഓർമ്മിപ്പിക്കുകയാണ്. ഏറ്റവും വലിയ തപസ് എന്ന് പറയുന്നത് ഓർമ്മിപ്പിക്കലാണ്. നിങ്ങൾക്ക് കാണാം, രാമായണത്തിൽ സേതുലംഘനം ചെയ്യാൻ വേണ്ടിയിട്ട്, കടല് കടന്ന് സീതാന്വേഷണം ചെയ്യാൻ വേണ്ടിയിട്ട് വാനരന്മാരൊക്കെ കൂടിച്ചേർന്നിരിക്കുകയാണ്. എല്ലാ വാനരന്മാരും ആ കഥയുടെ പുറകോട്ട് പോയ കുറേ സമയം എടുക്കും, അതുകൊണ്ടാണ് പറയാത്തത്. ആ കഥയറിയുള്ളൂ. നിങ്ങൾക്ക് സുഗ്രീവൻ ശാസനം കൊടുക്കും, 1 മാസത്തിന് മുമ്പിൽ സീതാദേവിയെ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ തലനെടുത്ത് കളയുന്നൊക്കെ പറഞ്ഞിട്ട് വാനരന്മാർക്കൊക്കെ നിർദ്ദേശം കൊടുത്ത് അങ്ങനെ ഹനുമാൻ സ്വാമിയുടെയും അംഗദന്റെയും നേതൃത്വത്തിൽ ഒരു സൈന്യം അങ്ങനെ ഇന്ത്യയുടെ ദക്ഷിണ ഭാഗത്തേക്ക് വരുന്നതും അവിടെ എങ്ങനെ അന്വേഷിച്ച് സീതാദേവിയെ കണ്ടെത്താതെ 1 മാസത്തിന്റെ അന്ത്യശാസനം കഴിയുന്ന അവസാന ദിവസം അവരൊരു പാറയുടെ മുകളിൽ ഇരുന്നിട്ട് ഇനിയിപ്പോൾ ആ ജടായുവിന്റെ ഗതി നമുക്കുണ്ടാവുമല്ലോ എന്നൊക്കെ പറയുമ്പോഴാണ് അവിടേക്ക് ജടായുവിന്റെ സഹോദരനായ സമ്പാതി വരുന്നതും. കുറെ ദിവസമായി കുരങ്ങന്മാരെ കഴിച്ചിട്ടെന്നാ ഇവരെ അങ്ങോട്ട് കഴിക്കാന്ന് വിചാരിച്ചിട്ട് നിൽക്കുമ്പോഴാണ് ജടായു എന്നുള്ള ശബ്ദം കേട്ടപ്പോ, ഏത് ജടായു, എന്ത് ജടായു എന്നൊക്കെ ചോദിച്ചപ്പോൾ തന്റെ സഹോദരന്റെ മരണമാണ് ഇവർ പറയുന്നതെന്നും അതിന് കാരണക്കാരൻ രാവണനാണെന്നൊക്കെ അറിഞ്ഞപ്പോ ഉടനെ തന്നെ സടകുടഞ്ഞെണീറ്റ് രാവണൻ ഏത് ദിക്കിലിരിക്കുന്നു, സീതാദേവി ഏത് ദിക്കിലിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊടുത്ത് എല്ലാം കാര്യങ്ങളും അവരെ സഹായിച്ചിട്ട് പറഞ്ഞു, ഇനി ഒരു കാര്യം ചെയ്താൽ മതി, 100 യോജന വീതിയുള്ള കടല് ചാടിക്കടന്നാൽ മതി. ഇത് പറഞ്ഞു കൊടുത്തപ്പോ ഓരോരുത്തരിങ്ങനെ പരസ്പരം മുഖത്തേക്ക് നോക്കി, ആരാ ഇത് ചാടിക്കിടക്കുക എന്ന്. ഉടനെ തന്നെ ജാമ്പവാനാണല്ലോ ലീഡർ. ജാമ്പവാൻ എന്ന് പറഞ്ഞാൽ തന്നെ വയസ്സ് 190 ആയിട്ടുള്ളൂ അദ്ദേഹത്തിന്. അദ്ദേഹം പറഞ്ഞു, പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ, എന്റെ ചെറുപ്പത്തിലൊക്കെ ആയിരുന്നെങ്കിൽ ഒരു ചാട്ടം കൊണ്ട് 7 കടൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാൻ കടക്കാറുണ്ട് എന്ന്. ഉടനെ ഒരു കുട്ടിക്കുരങ്ങൻ ചോദിച്ചു, ഇപ്പോഴത്തെ കാര്യം പറയൂന്ന്. അന്ന് നിങ്ങൾ പലതും ചെയ്തിട്ടുണ്ടാവും, ഇപ്പോഴല്ലേ സീതയെ കൊണ്ടുവരേണ്ടത്? ഉടനെ ജാമ്പവാൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ ചാടിയെ തിരിച്ചു വരുന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല എന്ന്. എന്നാ പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന്. നടക്കണ കാര്യം പറഞ്ഞിട്ട് സമയം കളയുന്നു. ഉടനെ തന്നെ അംഗദം പറഞ്ഞു, ഞാൻ ചാടാൻ പക്ഷെ ഒരു കുഴപ്പമേ ഉള്ളൂ. അതെന്താ കുഴപ്പം? അങ്ങോട്ട് ചാടാൻ പറ്റുമെന്ന് വരും, ഇങ്ങോട്ട് ചാടാൻ പറ്റിയെന്ന് വരില്ല. എന്നാ നീയും മിണ്ടണ്ടാ പറഞ്ഞു. വേറൊരു കുരങ്ങൻ പറഞ്ഞു, എന്റെ കൂടെ ഒരുത്തനും കൂടി ചാടുകയെന്ന് വെച്ചാൽ ഞാൻ ചാടാന്ന്. അതെന്തിനാന്ന്? എങ്ങാനും ഞാൻ കടലിൽ വീണാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാലോ എന്ന്. കേമായില്ലേ? വേറൊരു കുരങ്ങൻ പറഞ്ഞു, എന്നോട് പറയേ വേണ്ട, കാരണം ഞാൻ ചാടിയ ഇവിടെത്തന്നെ ഉണ്ടാവുള്ളൂ എന്ന്. അവസാനം ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാൻ പറ്റാത്ത കാര്യത്തിൽ ഇരിക്കുമ്പോഴാണ് ജാമ്പവാൻ നോക്കുമ്പോ യാതൊരു തരത്തിലുള്ള ശക്തിയും അറിയാതെ തളർന്ന് അവശനായി ഒരു ഹനുമാൻ സ്വാമി ഒരു പാറയുടെ മുകളിൽ ഇരിക്കുന്നത്. ജാമ്പവാന് മനസ്സിലായി, ഹനുമാൻ സ്വാമിക്ക് മാത്രമേ ദൗത്യം ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. നേരെ ചെന്ന് പുറകിലൊരൊറ്റ അടി വെച്ചു കൊടുത്തു. ആ അടിയോടുകൂടിയിട്ട് ജാമ്പവാനൊന്ന് ഹനുമാൻ സ്വാമി ഉണർന്നു. എന്നിട്ട് പറഞ്ഞു, എന്താ ഹനുമാൻ സ്വാമി ഇങ്ങനെ തളർന്നിരിക്കുന്നത്? അങ്ങ് വായുദേവന്റെ പുത്രനല്ലേ? അങ്ങ് അഞ്ജലി ദേവിയുടെ പുത്രനല്ലേ? ചെറിയ കുട്ടിയായിരിക്കും 300 യോജന ചാടിയിട്ട് സൂര്യദേവനെ പിടിക്കാൻ പോയ ആളല്ലേ? അന്നൊരു ചെറിയ തട്ട് തന്നോണ്ടല്ലേ അങ്ങയുടെ പേര് ഹനുമാൻ എന്നായത്? ശ്രീരാമസ്വാമി ഈ ദൗത്യം അങ്ങയല്ലേ ഏൽപ്പിച്ചത്? അതുകൊണ്ടല്ലേ അങ്കുലീയം അങ്ങയുടെ കയ്യിൽ തന്നെ തന്നത് എന്നൊക്കെ പറഞ്ഞ് ആ ഹനുമാൻ സ്വാമിയെ എങ്ങനെ ഉണർത്തി വന്നപ്പോ പിന്നെ ജാമ്പവാൻ നോക്കുമ്പോൾ ഹനുമാൻ സ്വാമിയെ കാണുന്നില്ല.
കാണുന്നത് ഒരു ആകാശത്തോളം വളർന്ന അജാനബാഹു ബീഭത്സമായ രൂപമായി തീർന്നിരിക്കുന്നു. ആ ആവേശം അത്രത്തോളം അദ്ദേഹത്തെ ഉണർത്തിവിട്ടു എന്നാണ്. അങ്ങനെ ഹനുമാൻ സ്വാമി ചാടി എന്നാണ്. ഈ കഥയ്ക്ക് ശേഷം മറ്റൊരു കഥ പറയും. ഒരിക്കല് പട്ടാഭിഷേകമൊക്കെ കഴിഞ്ഞ് ശ്രീരാമൻ സീതാദേവിയുടെ കൂടെ അങ്ങനെ ഇരിക്കുമ്പോൾ അഗസ്ത്യ മഹർഷി കൊട്ടാരത്തിൽ വന്നു. അപ്പൊ അഗസ്ത്യ മഹർഷിയോട് രാമൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അല്ല മഹർഷി, ഹനുമാൻ സ്വാമി ലങ്കയിലേക്ക് ചാടി രാവണന്റെ കൊട്ടാരമൊക്കെ തീയൊക്കെ ചുട്ട് സീതാദേവിയെ കണ്ടെത്തി തിരിച്ചു വന്ന് വീണ്ടും ലങ്കയിൽ പോവാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ വിജയമൊക്കെ കൈവരിച്ചു. ഇത്രയും ശക്തി ആ ഹനുമാൻ സ്വാമിക്ക് ഉണ്ടായിട്ട് എന്തുകൊണ്ട് ബാലിയെ കൊല്ലാൻ ഹനുമാൻ സ്വാമിക്ക് സാധിച്ചില്ല? ശരിയല്ലേ? നല്ലൊരു ചോദ്യമാണത്. അന്ന് സുഗ്രീവൻ ബാലിയെ ഭയന്ന് ഋഷ്യശൃംഗ കുന്നിന്റെ മുകളിൽ കഴിയുന്ന കാലം ആ ബാലിയെ വധിക്കാൻ എന്തുകൊണ്ട് ഹനുമാൻ സ്വാമിക്ക് സാധിച്ചില്ലയാണ്. ഇത് കേട്ടപ്പോൾ അഗസ്ത്യ മഹർഷി ഈ കഥ പറയുകയാണ്. പണ്ട് ഹനുമാൻ സ്വാമി ഇങ്ങനെ മുകളിലേക്ക് ചാടിയപ്പോ സൂര്യദേവന്റെ അടുത്തെത്തി സൂര്യദേവനെ പിടിക്കാൻ പോകുമ്പോൾ കരിഞ്ഞു പോകുമെന്ന് വിചാരിച്ച് ഇന്ദ്രൻ തന്റെ വജ്രായുധം കൊണ്ടൊരു തട്ട് തട്ടി താഴെ വീണു എന്നാണ്. എല്ല് പൊട്ടിപ്പോയി. ഹനുവില് തട്ട് തട്ടിയപ്പോഴാണ് ഹനുമാൻ എന്നുള്ള പേര് വന്നതെന്ന്. ആ സമയത്ത് വായുദേവന് അത്യന്തം കോപം വന്നു എന്ന്. തന്റെ പുത്രനെയും എടുത്ത് ഗുഹയിൽ പോയി ഒളിച്ച് എങ്ങും വായു സ്തംഭിക്കപ്പെട്ടു. ആർക്കും വായു ശ്വസിക്കാൻ പോലുമില്ല. ദേവന്മാരെല്ലാം വായുദേവന്റെ കാല് പിടിച്ചിട്ട് പറഞ്ഞു, അങ്ങ് തിരിച്ചു വന്നില്ലേ, ഞങ്ങളുടെ കാര്യം പോക്കാണെന്ന്. അതുകൊണ്ട് വായുദേവൻ പറഞ്ഞു, എന്റെ പുത്രനെ ഒരു വഴിക്കാക്കാതെ ഞാൻ വരില്ല, കാരണം ഈ കുട്ടി ഇങ്ങനെ നശിപ്പിച്ചില്ലേ ഇന്ദ്രനോട് എനിക്ക് പ്രതികാരം ചെയ്യുന്നെന്ന്. അപ്പോഴേക്കും അവിടെ എത്തിയ ദേവന്മാരും അതുപോലെ ഋഷീശ്വരന്മാരും ഒരനുഗ്രഹം കൊടുത്തു ഹനുമാൻ സ്വാമിക്ക്. അങ്ങയ്ക്ക് അതിമാനുഷികമായ ശക്തിയും കഴിവുകളും ഉണ്ടാവട്ടെ. ചെറുപ്പത്തിലെ ഈ കുട്ടിക്ക് ശക്തി കിട്ടിയതാണ്. അങ്ങനെ ഹനുമാൻ സ്വാമിയുടെ അസുഖമൊക്കെ മാറി തിരിച്ചു വന്ന് ഹനുമാൻ സ്വാമി കാട്ടിൽ ഇങ്ങനെ നടക്കുന്ന കാലം ഋഷീശ്വരന്മാര് വലിയൊരു യാഗം ചെയ്യുന്നു. ആ യാഗം ചെയ്യുന്ന സമയത്ത് ശക്തി ഭയങ്കരം. അടങ്ങിയിരിക്കാൻ പറ്റില്ല. ചില കുട്ടികളുണ്ടല്ലോ അടങ്ങിയിരിക്കാൻ വയ്യാത്ത സ്വഭാവമുള്ളവർ. അവരെ പിടിച്ച് അടങ്ങിയിരുത്തിക്കഴിഞ്ഞാൽ ഇരുത്തിയവർക്ക് ഭ്രാന്ത് പിടിക്കും. ആ കുട്ടിക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. അതുപോലെ ഹനുമാൻ സ്വാമിക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. അവിടെ ഇവിടെ കണ്ട ചപ്പും ചവറും എടുത്തുകൊണ്ട് വന്നിട്ട് പേര് നെയ്യൊഴിക്കും സ്വാഹ എന്ന് പറഞ്ഞിട്ട് ഹനുമാൻ സ്വാമിയുടെ വക സ്വാഹ എന്ന്. ചപ്പും ചവറും എന്താ കിട്ടിയത് വെച്ചാൽ അതൊക്കെ യാഗാഗ്നിയിലേക്കിട്ട് സ്വാഹ. ഇത് കണ്ടപ്പോൾ മഹാത്മാക്കൾക്ക് വലിയ വിഷമം തോന്നി. വായുദേവന്റെ പുത്രനെ ശപിക്കാൻ പേടിയുണ്ട് മഹാത്മാക്കൾക്ക്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ചെറിയൊരു ശാപം കൊടുത്തു. ശാപം എന്താണെന്ന് വെച്ചാൽ, നിന്റെ ശക്തിയെ നിന്നെ ഓർമ്മിപ്പിക്കുന്നത് വരെ നീ മറന്നുപോവട്ടെ എന്നൊരൊറ്റ ശാപം. ആ നിമിഷം മുതൽ ഹനുമാൻ സ്വാമി തന്റെ ശക്തി മുഴുവൻ മറന്നുപോയി രാമ. അതുകൊണ്ടായിരുന്നു സുഗ്രീവന്റെ കൂടെ ജീവിക്കുമ്പോഴും ബാലിയെ വധിക്കാൻ സാധിക്കാഞ്ഞത്. തനിക്കതിനുള്ള കരുത്തുണ്ട് എന്ന് ഹനുമാൻ സ്വാമിക്ക് ഒട്ടും തോന്നിയിട്ടില്ല എന്ന്. എന്നാൽ ജാംബവാൻ അത് ഉണർത്തിവിട്ടപ്പോഴാണ്, വീണ്ടും ഓർമ്മിപ്പിച്ചപ്പോഴാണ് പഴയ ശക്തിയിലേക്ക് ഉണർന്നു പോയത് എന്നാണ്. ഇതുപോലെ ഞാനും നിങ്ങളും ജീവിതത്തിന്റെ യാത്രയിൽ നമ്മുടെ ശക്തിയെക്കുറിച്ച്, ഭഗവത് സാന്നിധ്യത്തെക്കുറിച്ച് മറന്നുപോയി എന്ന് പറയാണ്. അപ്പൊ ഇവിടെ ശാസ്ത്രങ്ങളൊക്കെ എന്താ ചെയ്യുന്നത്, ഭാഗവതമൊക്കെ എന്താ ചെയ്യുന്നത്, നമ്മളിലിരിക്കുന്ന ഭഗവാന്റെ സാന്നിധ്യത്തെക്കുറിച്ചും ആ ഭഗവാനിലാണ് സുഖം, സന്തോഷം, ആനന്ദം, സംതൃപ്തി ഇതൊക്കെ ഇരിക്കുന്നതെന്നും നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ബോധം ചെയ്യിക്കുകയാണ്. അതുകൊണ്ടാണ് ഭട്ടതിരിപ്പാട് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ഈ കാര്യം ഓർമ്മിപ്പിച്ചത്. സാന്ദ്രാനന്ദാവബോധം, നമുക്ക് അവബോധം ഉണ്ടാക്കിത്തരികയാണ് ഭഗവാൻ കൂടെയുണ്ട് എന്നത്. ഇപ്രകാരം അതുകൊണ്ട് കുട്ടികളെ, നിങ്ങൾ എന്ത് വേണം? ഈ ബോധമുണ്ടാവാൻ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് മഹൽ സേവാദ്വാരമാർവിമുക്തേ തമോദ്വാരം യോഷിതം സംഗിസംഗം മഹാന്തസ്തേ സമചിത്താ പ്രശാന്ത വിമന്യവ സുഹൃത സാധവോയേ. വാസ്തവത്തിൽ എല്ലാറ്റിനുമുള്ള കഴിവും ശക്തിയും നമുക്കുണ്ടായിട്ടും പലപ്പോഴും ഉണരാൻ സാധിക്കാത്തതിന് കാരണം നമ്മുടെ കൂട്ടുകെട്ടിന് നമ്മളെ തളർത്താൻ സാധിക്കുന്നവരെയാണ്. ഒരുപക്ഷേ ഹനുമാൻ സ്വാമി ജാംബവാനെ കണ്ടുമുട്ടിയില്ലായിരുന്നു എങ്കിൽ, ജാംബവാൻ ഹനുമാൻ സ്വാമിയുടെ ഉള്ളിലിരിക്കുന്ന ശക്തി ഉണർത്തിവിട്ടില്ലായിരുന്നെങ്കിൽ, കഴിവുണ്ടായിട്ടും ശക്തി ഉണ്ടായിട്ടും ഹനുമാൻ സ്വാമിക്ക് ആ കഴിവിലേക്കും ശക്തിയിലേക്കും ഉണരാൻ സാധിക്കുമായിരുന്നില്ല. ശരിയല്ലേ? ഒരാൾ ഉണർത്താൻ വേണം, ഒരാൾ ഓർമ്മിപ്പിക്കാൻ വേണം. അർജുനന് എല്ലാ കഴിവും ശക്തിയും ഉണ്ടായിട്ടും അർജുനൻ തളർന്ന സമയത്ത്
ഭഗവാൻ കൃഷ്ണൻ ആ ശക്തിയെ ഉണർത്തിയില്ലായിരുന്നെങ്കിൽ അർജുനന് യുദ്ധത്തിൽ വിജയിക്കാൻ സാധിക്കുമായിരുന്നില്ല. പരീക്ഷിത്ത് രാജാവിന് മരണത്തെ അഭിമുഖീകരിക്കാനുള്ള ശക്തി ഉണ്ടായിട്ടും ശ്രീശുക ബ്രഹ്മർഷി എന്ന് പറയുന്ന ഒരു മഹാത്മാവ് ആ ശക്തിയെ ഉണർത്തിയില്ലായിരുന്നെങ്കിൽ പരീക്ഷത്തിന് മരണത്തെ അഭിമുഖീകരിക്കാൻ സാധിക്കുമായിരുന്നില്ല. ഇതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ ഏതനുഭവങ്ങളെയും അഭിമുഖീകരിക്കാനുള്ള ശക്തിയും കരുത്തും നമ്മളിലുണ്ടെങ്കിലും അതിനെ ഉണർത്തിവിടാനുള്ള ഒരു സംഘമായിട്ട് നമുക്ക് കൂട്ടുകെട്ടുണ്ടാവണം. വാസ്തവത്തിൽ നമ്മുടെ ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ പലപ്പോഴും തളർന്നു പോകുന്നത് കൂട്ടുകെട്ടിൽ കൂടുമ്പോഴാണ്. തളർന്ന മനസ്സുമായിട്ട് കൂട്ടുകൂടുമ്പോൾ ഏറ്റവും ശക്തിയുള്ള മനസ്സ് പോലും തളർന്നു പോകും. നല്ല മനസ്സുമായി കൂട്ടുകൂടുമ്പോൾ തളർന്ന മനസ്സും ഉണരും. അതാണല്ലോ രത്നാകരൻ എന്നൊരു കള്ളൻ വാൽമീകി എന്ന ഋഷിയെ പരിവർത്തനം വന്നത്. നല്ല മനസ്സുണ്ടായിട്ടും ചീത്ത കൂട്ടുകെട്ടിൽ പെടുമ്പോൾ തളർന്നു പോവും എന്നതിന്റെ അനുഭവം മഹാഭാരത യുദ്ധം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. കർണനെപ്പോലെ നല്ലൊരു വ്യക്തി ദുര്യോധനവുമായിട്ടുള്ള കൂട്ടുകെട്ടിൽ തളർന്നു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഏത് കൂട്ടുകെട്ടിൽ ആരുടെ കൂടെ ജീവിക്കുന്നു എന്നത് മുഖ്യം. അപ്പൊ നമ്മൾ സ്വയം പറയുകയാണ്, അല്ല എന്റെ വീട്ടിലുള്ള കൂട്ടുകെട്ട് അങ്ങനെയൊന്നും നന്നല്ലെങ്കിൽ പിന്നെ എങ്ങനെ എന്നെ ഉണർത്താൻ സാധിക്കുകയാണ്? അതുകൊണ്ട് ഭാഗവതം പറയുന്നു, ഭാഗവതവുമായി കൂട്ടുകൂടൂ, ദിവസവും ഭാഗവതത്തെ സ്മരിക്കൂ, ദിവസവും ഭാഗവതത്തെ വായിക്കൂ. അങ്ങനെ ഭാഗവതവുമായി ഭഗവാനുമായ ഒരു കൂട്ടുകെട്ടുണ്ടാക്കാൻ സാധിച്ചാൽ അതാണല്ലോ ഗാന്ധിജിക്കൊക്കെ പ്രചോദനം. കൂടെയുള്ളവരെത്തിയിട്ടും ഗാന്ധിജി തളരാതിരുന്നതല്ലേ കാരണം? ഇപ്പൊ ഗാന്ധിജിയുടെ പേരിൽ ദണ്ഡിയാത്ര നടന്നുകൊണ്ടിരിക്കുക. എന്ത് യാത്ര എനിക്കറിയില്ല, ഗാന്ധിജി ദണ്ഡിയാത്രയാണ് നടത്തിയത്. ആ സമയത്ത് ഗാന്ധിജി ദണ്ഡിയാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ അതിന്റെ പിന്നിൽ മനോഹരമായൊരു കഥയുണ്ട്. ഗാന്ധിജി തലേ ദിവസം എല്ലാവരെയും കൂടി ആലോചിച്ചു ദണ്ഡിയാത്രയ്ക്ക് പോകേണ്ട കാര്യത്തെക്കുറിച്ച്. 99 പേര് അതിൽ പങ്കെടുത്തതിൽ ഗാന്ധിജിയെ അതിൽ നിന്ന് വിലക്കിക്കൊണ്ട് പറഞ്ഞു, അതൊന്നും വലിയ വിജയം കൈവരിക്കാൻ സാധ്യമല്ല, അതൊക്കെ വേണ്ടാത്ത തീരുമാനങ്ങളാണ്, അതുകൊണ്ട് അതിൽ നിന്നും പുറപ്പെടാതിരിക്കുക നല്ലത്. ഗാന്ധിജി പുഞ്ചിരിച്ചുകൊണ്ടതൊക്കെ കേട്ട് ഒരു മറുപടിയും പറഞ്ഞില്ല എന്നാണ്, ഒരു ഉത്തരവും പറഞ്ഞില്ല. പിറ്റേ ദിവസം ഗാന്ധിജി രാവിലെ തന്നെ എല്ലാവരോടുമായി പ്രഖ്യാപിച്ചു, ദണ്ഡിയാത്ര എന്നത് ഈശ്വര നിയോഗമായി ഞാൻ കാണുന്നു. നിങ്ങൾക്ക് സഹകരിക്കാം, സഹകരിക്കാതിരിക്കാം. എന്നെ സംബന്ധിച്ച് അതൊരു ദൗത്യമാണ്. എന്നെ സംബന്ധിച്ച് അത് ആളുകളിൽ ആവേശമുണ്ടാക്കാനുള്ളതാണ്. എൻ്റെ ജന്മാവകാശമാണ് ഒപ്പെടുക്കുക എന്നുള്ളത്. നിങ്ങൾ തടഞ്ഞാലും ഗാന്ധിജിയെ തടയാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ഞാൻ നിശ്ചയിച്ചു, ഞാനിതാ ഇറങ്ങുന്നു. പട്ടാളക്കാര് തോക്ക് ചൂണ്ടിക്കൊണ്ട് തന്റെ നേരെ വന്നാലും താൻ അതിൽ നിന്ന് പിൻവാങ്ങില്ല എന്ന് പറഞ്ഞ് ഗാന്ധിജി ഒരടി വെച്ചു. ഗാന്ധിജി കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ കാണുന്നത്, ആരൊക്കെ തന്നെ എതിർത്തുവോ, ആരൊക്കെ തന്നെ വിമർശിച്ചുവോ അവരും അതിൻ്റെ ലക്ഷക്കണക്കിന് ആളുകളും തന്റെ പിന്നിൽ വരുന്നതായിട്ടാണ്. ഗാന്ധിജി അവിടെ നടത്തുന്ന ഒരു പ്രസംഗമുണ്ട് ദണ്ഡിയാത്രയോടനുബന്ധിച്ച്. അവരോട് പറയും, നമ്മുടെ ജീവിതത്തിൽ ഒരു കാൽവെപ്പ് നാം നടത്തിക്കഴിഞ്ഞാൽ ആരൊക്കെ നമ്മളെ പിന്നോട്ട് വലിച്ചാലും ഒരിക്കലും കാലുകൾ പിന്നോട്ടെടുക്കരുത്, മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. അത് ജീവിതത്തിന്റെ ദൗത്യമായിട്ട് നമ്മൾ ഏറ്റെടുക്കണം. എപ്പോഴെങ്കിലും സൗകര്യം കിട്ടുമ്പോൾ കുട്ടികൾക്കൊക്കെ വായിച്ചു കൊടുക്കേണ്ട ഒരു പുസ്തകമുണ്ട്, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ. ഗാന്ധിജിയുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നു. സത്യാന്വേഷണ പരീക്ഷണ കഥ. പലപ്പോഴും പല പരീക്ഷണങ്ങൾ വരുമ്പോഴും പതറാതെ മുന്നോട്ട് പോവാൻ അദ്ദേഹത്തിന് പ്രചോദനം കൊടുത്തത് ഈ ഭാഗവതവും ഭഗവത്ഗീതയൊക്കെയാണെന്ന് അതിൽ അദ്ദേഹം എഴുതി വച്ചിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെയാണ് വാസ്തവത്തിൽ സൽസംഗം, നല്ല ആളുകളുമായിട്ടുള്ള കൂട്ടുകെട്ടെന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ നമ്മുടെ വീട്ടിൽ കുറച്ചു നേരമൊക്കെ വായിക്കാനും പഠിക്കാനൊക്കെ നമുക്ക് സാധിച്ചാൽ നമ്മുടെ കുട്ടികളൊന്നും തളരുന്നവരാവില്ല. അവർക്കും ജീവിതത്തിൽ ഉത്സാഹവും ഉന്മേഷമൊക്കെ ഉണ്ടായിരിക്കുന്നു പറയാൻ. എന്നിട്ട് പറഞ്ഞു, ഇതൊന്നും പഠിച്ചില്ലെങ്കിൽ ഇപ്പം എന്താ ഉള്ളത്? പഠിച്ചില്ലെങ്കിൽ എന്താ ഉണ്ടാവാൻ പോകുന്നത്? വേറെ ഒന്നും ഉണ്ടാവില്ല. പരാഭവത്താവതവബോധജാതോ യാവന്ന ജിജ്ഞാസത ആത്മതത്വം യാവൽ ക്രിയാതാവതിതം മനോവൈ കർമാത്മകം യേന ശരീരബന്ധഃ. കുട്ടികളെ, അവനവനെക്കുറിച്ച് അവനവന് അവബോധമില്ലാത്തിടത്തോളം കാലം അവനവന്റെ മനസ്സിനെക്കുറിച്ചും അവനവനിരിക്കുന്ന ഈശ്വര ചൈതന്യത്തെക്കുറിച്ചും അവനവന് ബോധമില്ലാത്തിടത്തോളം കാലം പരാഭവം, നമുക്ക് പരാതികൾ ഉണ്ടായേ പറ്റുള്ളൂ. കംപ്ലൈന്റുകൾ നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കും. നമ്മളൊക്കെ മിനി കംപ്ലൈന്റ് ബോക്സുകളായിരിക്കും.
എന്നും പരാതികൾ. പരാതിയില്ലാത്ത ദിവസം ഉണ്ടാവില്ല. അതവിടെ ശരിയായില്ല, ഇതിവിടെ ശരിയായില്ല, അവൻ അങ്ങനെ പറഞ്ഞ ശരിയായില്ല, ഇവൻ ഇങ്ങനെ പറഞ്ഞ ശരിയായില്ല, അവൾ നാവെടുത്ത നോണേ പറയുള്ളൂ, ഇവൻ നാവെടുത്ത സത്യേ പറയുള്ളൂ. ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ പരാതികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ എത്ര കാലം ഈ പരാതി പറയും? അവനവന്റെ മനസ്സിനെക്കുറിച്ചും അവനവനിലിരിക്കുന്ന ഈശ്വര സാന്നിധ്യത്തെക്കുറിച്ചും അറിയാത്തിടത്തോളം കാലം, അത് ഓർമ്മയിലിരിക്കാത്തിടത്തോളം കാലം. പരാതികൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നില്ല, മനസ്സിന്റെ ദൗർബല്യമാണ് പരാതികൾ പറയുന്നത്. ഏത് ദുഃഖത്തിലും നന്മ കാണാൻ സാധിക്കുക എന്നത് മനസ്സിന്റെ ശക്തിയാണെന്ന് പറയാണ്. അങ്ങനെ മനസ്സിന്റെ ശക്തി നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനെ നമ്മളായിട്ട് തളർത്തില്ല എന്നത് ഇവിടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുന്നു. കുട്ടികളെ, നിങ്ങൾ ഒരിക്കലും കംപ്ലൈന്റ് ബോക്സുകളാവരുത്. പിന്നെ എന്ത് വേണം? ബോധത്തിൽ ജീവിക്കൂ നിങ്ങൾ. ഞാൻ ആരോട് പരാതി പറയുന്നു? ചെണ്ട പോയി മദ്ദളത്തോട് പരാതി പറയുന്നത് പോലെ. ചെണ്ട പോയി മദ്ദളത്തോട് പരാതി പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ചെണ്ട പറയാണ് മദ്ദളത്തോട്, കണ്ടില്ലേ മദ്ദള, ആ മാരാരെന്റെ ഒരു പുറം അടിച്ചു പൊളിക്കുന്നു, എത്ര വേദനയാണ് എനിക്ക്, എത്ര ദുഃഖമുണ്ട് എനിക്ക്, കാശയാൾക്കും തല്ലെനിക്കുന്നു. പിന്നെ മദ്ദളം പറയാണ്, നീ എത്ര ഭാഗ്യവാനാണ്, നിന്റെ ഒരു പുറല്ലേ മാരാര് തല്ലുന്നുള്ളൂ, എന്റെ 2 പുറാണ് അയാൾ അടിച്ചു വിളിക്കുന്നത്, ഞാൻ എത്ര വേദന അനുഭവിക്കുന്നു. ഇതാണ് വാസ്തവം. ആരെടുത്താണോ നമ്മൾ പരാതി പറയാൻ പോകുന്നത് അവർക്ക് 100-ലധികം പരാതിക്കാരാണ് നമ്മളടുത്ത് ഇങ്ങോട്ട് പറയാൻ നിൽക്കുകയാണ്. ഓ, നിങ്ങൾക്കൊരു ദുഃഖമല്ലേ ഉള്ളൂ എന്ന്, എനിക്ക് 100 ദുഃഖങ്ങളുണ്ട് എന്നാണ്. അവർക്ക് 100,000 പ്രശ്നങ്ങളുണ്ട് എന്നാണ്. അതുകൊണ്ട് കുട്ടികളെ, ആരെടുത്തും പോയി പരാതിയൊന്നും പറയണ്ട, വിഷമങ്ങൾ പറയണ്ട. വിഷമങ്ങളൊക്കെ സ്വയം ചോദിക്കുക, ഇതൊക്കെ മനസ്സിലുണ്ട്. എന്തുകൊണ്ട് വിഷമങ്ങളൊക്കെ വരുന്നു? ഈശ്വരനെ മറക്കുന്നതുകൊണ്ടല്ലേ? ഭഗവാൻ എപ്പോഴും ആനന്ദസ്വരൂപനായിട്ട്, എപ്പോഴും ഉത്സാഹം തരുന്നവനായിട്ട് കൂടെയുണ്ടായിട്ട് മറക്കുന്നതുകൊണ്ടല്ലേ എനിക്ക് പരാതികളൊക്കെ. അതുകൊണ്ട് നമ്മൾ പോയി നെഞ്ചത്തടിച്ചിട്ട് കരയുമോ? ഓക്കോ, എൻ്റെ ഒരു ജീവിതം എങ്ങനെയായിപ്പോയല്ലോ, നമ്മൾ പറയില്ല. കാരണം നമുക്കറിയാം അയാളുടെ യാതൊരു വികാരങ്ങളും ഇല്ല. അപ്പൊ അയാളിലൊരു ഈശ്വര ചൈതന്യവും അയാളുടെ മനസ്സും ഉണർന്ന് പ്രവർത്തിക്കുമ്പോഴേ നമ്മൾ പരാതി പറയുള്ളൂ. ഉറങ്ങിക്കിടക്കുന്നവരോട് ആരെങ്കിലും പോയി പരാതി പറയാറുണ്ടോ? ഇല്ല. ഉറങ്ങിക്കിടക്കുന്നവരെ കാണുമ്പോൾ നമുക്ക് ചിലപ്പം പരാതി തോന്നും, നിങ്ങൾക്ക് ഉറക്കം കിട്ടണമല്ലോ, എനിക്ക് ഉറക്കം കിട്ടണില്ലല്ലോ എന്ന്. കുലുക്കി വിളിച്ചുകൊണ്ട് നമ്മൾ പറയും, നിങ്ങളെന്തെങ്ങനെ സുഖമായിട്ട് കിടക്കണമെന്ന്, എനിക്കെന്താ ഉറക്കം കിട്ടാത്തതെന്ന്. ഉറങ്ങിക്കിടക്കുന്നവരോട് ആരും പരാതി പറയാറില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ ഒന്ന് ഉൾക്കൊള്ളൂ നിങ്ങൾ. മനസ്സ് ആരോട് പരാതി പറയുന്നോ ആ മനസ്സ് പരാതി പറയാൻ തളർച്ച നമ്മൾ മനസ്സിനെ തളർച്ചയിലേക്ക് നമ്മൾ തന്നെ നയിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ എന്നിലിരിക്കുന്ന ഭഗവത് സാന്നിധ്യത്തെ സ്മരിക്കുമ്പോഴേ അതിൽ നിന്ന് മുക്തമാവാൻ എനിക്ക് സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് കുട്ടികളോട് പറയുന്നു, കുട്ടികളെ, ഈ ലോകം എന്ന് പറയുന്നത് എന്താണ്? ലോകസ്വയം ശ്രേയസ നഷ്ടദൃഷ്ടി യോ അർത്ഥാൻ സമീഹേത നികാമകാമ അന്യോന്യവൈരസുഖലേശഹേതോ അനന്തദുഃഖം നചവേദമൂഢ. ഈ ലോകം എന്ന് പറയുന്നത് താരതമ്യത്തിന്റെ ലോകമാണ്. നമ്മുടെ സുഖം എപ്പോഴും നിൽക്കുന്നത് മറ്റുള്ളവരെ താരതമ്യം ചെയ്യാണ്. നമ്മൾ അടുത്ത വീട്ടിൽ നോക്കിയിട്ട് പറയാണ്, ഓ, ആ ശേഖരൻകുട്ടിയുടെ കാര്യം ഒന്ന് നോക്കൂ, അയാൾക്ക് എത്ര സുഖമുണ്ട്, എനിക്ക് അത്രയൊന്നും സുഖമില്ലല്ലോ എന്ന്. നമ്മൾ ഇവിടുന്നാ പറയുന്നത്. അയാളുടെ ഭാര്യ എത്ര നന്നായിട്ട് അയാളോട് പെരുമാറുന്നത്, എന്റെ ഭാര്യയെ കണ്ടില്ലേ, ഇങ്ങനെ ഒരുത്തിയാണല്ലോ ഞാൻ എന്റെ തലയിൽ വെച്ച് കെട്ടിയത് എന്ന്. ഇവിടുന്ന് ഭാര്യ പറയും, നോക്കൂ, അപ്പുറത്ത് അയാൾ എത്ര നന്നായിട്ടാണ് ഭാര്യയോട് പെരുമാറുന്നത്, നിങ്ങൾ ഇങ്ങനെയാണോ എന്നോട് പെരുമാറുന്നത്, സ്നേഹത്തോടുകൂടി എപ്പോഴെങ്കിലും നിങ്ങളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ എന്ന്. നമ്മളൊരിക്കലും ഒരു വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്, അപ്പൊ ഇങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ ചിലപ്പോൾ പല വീടുകളിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്നതിൻ്റെ ഇടയിൽ ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ യൂഷ്വലായിട്ട് നമ്മൾ പറയുന്നത് പോലെ പറഞ്ഞു, ഓ, ഗംഭീരമായിട്ടുണ്ട് കേട്ടോ ഈ ഭക്ഷണം, ഇത്ര നല്ലൊരു ഭക്ഷണം ഇപ്പം അടുത്ത കാലത്തൊന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ ആ അമ്മ ഇങ്ങനെ കരയാൻ തുടങ്ങി. എന്തിനാ കരയണതെന്ന് വെച്ചപ്പോൾ അവർ പറയണ, സ്വാമി 30 വർഷമായി കല്യാണം കഴിച്ചിട്ട് ഇത്രയും കാലം എൻ്റെ ഭർത്താവ് ഇങ്ങനെ ഒരു വാക്കെന്നോട് പറഞ്ഞിട്ടില്ല എന്ന്. നമ്മൾ മനസ്സിൽ വിചാരിച്ച് വെറുതെ അല്ല അയാൾ പറയാഞ്ഞത് എന്നുള്ളത്. പറയാൻ പറ്റില്ലല്ലോ, നിവൃത്തിയില്ല, തുറന്നു പറയാൻ വെറുതെയല്ല. 30 വർഷമായി അതേ ഇങ്ങനെ നന്ദിയുടെ ഒരു സ്നേഹത്തിന്റെ വാക്കുകളെ പറഞ്ഞിട്ടില്ല എന്ന്. സ്വാമിയെങ്കിലും അങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ളത് നമ്മൾ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറഞ്ഞതാണ്, അത് അവർക്ക് അറിയുന്നില്ല, അങ്ങനെ പറഞ്ഞ് ശീലിച്ചുകൊണ്ട് പറഞ്ഞതാണ്. ഇതാണ് അവസ്ഥ. ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും സ്നേഹം, സന്തോഷം, അപ്രിസിയേഷൻ ഇതൊക്കെ പ്രതീക്ഷിക്കുന്നവരാണ് പ്രിയാണ്. അപ്പോ നിങ്ങൾ വിചാരിക്കേണ്ട നമ്മൾ വെറുതെ അടിച്ചുള്ളൂ, സത്യത്തിൽ അത് നന്നായിരുന്നു അവരുണ്ടാക്കിയത്. അപ്പൊ അങ്ങനെ അവര് ആ ഒരു ജീവിതത്തിന്റെ അനുഭവം നോക്കൂ. ഇതാണ് ലോകം എന്ന് പറയുന്നത്.
എല്ലാവരും പ്രതീക്ഷിക്കുന്നു നല്ലത്, നല്ല കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു പ്രിയാണ്. ചിലർക്ക് അത് കൊടുക്കാൻ വലിയ ഇഷ്ടമുണ്ടാവില്ല. ചിലർ കുറ്റം മാത്രമേ കാണുള്ളൂ. ചില ആളുകളുണ്ട് എന്ത് കിട്ടിയാലും കുറ്റയുള്ളൂ. ഒരാളുണ്ടായിരുന്നു, ഒരു ഉദ്യോഗസ്ഥൻ. അദ്ദേഹത്തിന്റെ കുറ്റം കാരണം ഭാര്യ ഒഴിവാക്കിപ്പോയി അയാളെ. അങ്ങനെ അയാൾ വെപ്പിനൊരാളെ വെച്ചു. അയാളെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അപ്പം പറയും, ഇങ്ങനെയാണോ സാമ്പാർ ഉണ്ടാക്കുക, ഇത്രയാണ്, ഇങ്ങനെയൊക്കെ അതിൽ പുളിയിടാൻ പാടോ, ഉപ്പിടാൻ പാടോ, ഇത്ര മുളകിടാൻ പാടോ, ഇങ്ങനെ തുടങ്ങും അയാൾ ഇങ്ങനെ വെറുതെ. ഉടനെ തന്നെ ഇദ്ദേഹം ഒന്നും പറയില്ല. അങ്ങനെ ഇദ്ദേഹത്തിന്റെ പിറന്നാൾ വന്നൊരു ദിവസം. അപ്പൊ ഈ വ്യക്തി നാൾ വിചാരിച്ചു നന്നായിട്ട് ഇത്തിരി സാമ്പാറും കറികളൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്ന്. അങ്ങനെ മനസ്സിരുത്തി ശ്രദ്ധയോടുകൂടി ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ സാമ്പാർ വിളമ്പുമ്പോൾ ചോദിച്ചു, എങ്ങനെയുണ്ട് സാമ്പാർ എന്ന്. വായെടുത്ത് വിട്ടുന്ന ഇങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്, വല്ല പട്ടിക്കും പന്നിക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന, മനുഷ്യൻ കഴിക്കും ഇങ്ങനത്തെ സാമ്പാർ എന്ന്. ആ വെക്കുന്ന ആൾക്കങ്ങോട്ട് കലി പിടിച്ചു. അയാൾ പറഞ്ഞു, എന്നാ കുറച്ചും കൂടി അങ്ങേക്ക് വിളമ്പട്ടെ എന്ന്, കാരണം പട്ടിക്കല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന്, കഴിക്കാൻ യോഗ്യം നിങ്ങളായിട്ടുള്ള. ഇതാണ് ആളുകളുടെ സ്വഭാവം. ചിലരൊക്കെ അങ്ങനെയാണ്, എന്ത് കിട്ടിയാലും പരാതിയുള്ളൂ. അപ്പൊ കുട്ടികളെ, ലോകം എന്ന് പറയുന്നത് താരതമ്യത്തിന്റെ ലോകമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യും. അടുത്ത ആളുടെ സുഖം കാണുമ്പോൾ നമുക്ക് തോന്നും അതില്ല എനിക്ക് എന്നുള്ളത്. അടുത്ത ആളുടെ ദുഃഖം കാണുമ്പോൾ അപ്പോഴും സന്തോഷം തോന്നും. അതെന്താണ്, അത്ര ദുഃഖം എനിക്ക് ഇല്ലല്ലോ എന്ന്, അയാൾ കഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന്. ഇതാണ് മനുഷ്യ മനസ്സിന്റെ സ്വഭാവം എന്ന് പറയുന്നത്. അതുകൊണ്ട് കുട്ടികളെ, അന്യോന്യ വൈര്യം, ആളുകളുടെ ഉള്ളിലൊക്കെ അസൂയയാണ് നിറഞ്ഞിരിക്കുന്നത്. സുഖലേശഹേതം, വാസ്തവത്തിൽ യഥാർത്ഥ സുഖം അനുഭവിക്കാനല്ല അവർ പരിശ്രമിക്കുന്നത്. പിന്നെയോ അനന്ത ദുഃഖം, ദുഃഖം മാത്രമാണ് അനുഭവിക്കാൻ അവർ പരിശീലിക്കുന്നത്. അപ്പൊ നിങ്ങൾ ദുഃഖം അനുഭവിക്കേണ്ടവരല്ല, ആനന്ദം അനുഭവിക്കേണ്ടവരാണെങ്കിൽ മറ്റുള്ളവരെ താരതമ്യം ചെയ്യാതിരിക്കുക. നെവർ കമ്പയർ വിത്ത് എനിബഡി എന്നാണ്. നമ്മളെപ്പോലെ ഈ ലോകത്തിൽ നമ്മൾ മാത്രമേ ഉള്ളൂ, വേറൊരാൾ ജീവിച്ചിരിക്കുന്നില്ല. പിന്നെ നമ്മുടെ ജീവിതം നമ്മളല്ലേ ജീവിക്കേണ്ടത്. നമ്മൾ മറ്റൊരാളായിട്ട് താരതമ്യം ചെയ്തിട്ട് എന്ത് കാര്യമുണ്ട്? അവരുടെ കാര്യം അവർക്കേ അറിയുള്ളൂ, എത്രമാത്രം സുഖമുണ്ട് എന്നുള്ളത്. നമുക്കറിയാം, ഇവിടുന്ന് നോക്കുമ്പോൾ ഒരാള് MP ആയിട്ട് അല്ലെങ്കിൽ മിനിസ്റ്ററൊക്കെ ആയിട്ട് കാറിലൊക്കെ പോകുമ്പോൾ നമ്മൾ പറയും, അയാൾ എത്ര സുഖമാണ് അനുഭവിക്കുന്നത്, പോലീസുകാരൊക്കെ സല്യൂട്ട് ചെയ്യണോ എന്താണെന്നുള്ളത്. നിങ്ങൾ ചോദിച്ചു നോക്കൂ അയാളോട്. അപ്പൊ അയാൾ പറയും ജീവിതത്തിന്റെ അനുഭവം എന്താണെന്നുള്ളത്. ഒരു മുസ്ലിം മിനിസ്റ്ററായപ്പോൾ അയാളുടെ ബന്ധുക്കൾ പറയാണ്, ആചാര്യയുടെ ഒരു കാര്യം കേമം തന്നെയാണ്, 4ാം ക്ലാസ് പഠിച്ചിട്ട് മിനിസ്റ്റർ ആവാൻ പറ്റിയില്ലേ, അതും IPSകാർ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇങ്ങനെ സല്യൂട്ട് ചെയ്യുമ്പോൾ, IASകാരൊക്കെ സല്യൂട്ട് ചെയ്യുമ്പോൾ, എൻ്റെ ആചാര്യ ജീവിതത്തിൽ ഇങ്ങനെയൊരു സ്വർഗം നിങ്ങളല്ലാതെ പിന്നെ ആരും അനുഭവിച്ചിട്ടുണ്ടാവുക? നിങ്ങൾ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടുണ്ടാവുക 4ാം ക്ലാസ് പാസ്സാവാത്ത നിങ്ങൾ മിനിസ്റ്റർ ആവുന്നുള്ളത്? ഭാഗ്യം തന്നെയെന്ന്. ഉടനെ ഇദ്ദേഹം പറയാണ്, എടാ നിനക്കതൊക്കെ പറയാം, നമ്മൾ ആ AC കാറിലിരിക്കുമ്പോൾ വിചാരിക്കും നമ്മളിങ്ങനെ സുഖിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ എന്നാണ്. നമ്മുടെ മനസ്സിങ്ങനെ പൊരിഞ്ഞു കളിക്കാൻ ഇനി എന്തൊക്കെയാ അവിടെ പോയി പറയാമെന്നറിയില്ല, എവിടെയൊക്കെ എന്തൊക്കെയാ പ്രസംഗിക്കേണ്ടതെന്നറിയില്ല എന്ന്. എന്നിട്ട് ഓരോ പ്രസംഗമൊക്കെ ഇവരെഴുതി തയ്യാറാക്കും. നമ്മളതെടുത്ത് വായിച്ചിട്ട് നമുക്കല്ലേ അറിയുള്ളൂ അതിൻ്റെ വിഷമം എത്ര ഉണ്ട് എന്നുള്ളത്. ആളുകളുടെ ഇടയിൽ നമ്മളിങ്ങനെ പോകുന്നത് തന്നെ വലിയ ഭാഗ്യം എന്ന്. വാസ്തവമാണ്, അവരുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുമ്പോഴല്ലേ നമുക്കറിയുള്ളൂ. ഈ മിനിസ്റ്റർ ഒരിക്കലും എവിടെയോ പ്രസംഗിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിന്റെ സെക്രട്ടറിയാണ് പ്രസംഗമൊക്കെ തയ്യാറാക്കിയത്. അയാളോട് പറഞ്ഞു 2 മിനിറ്റിന്റെ പ്രസംഗം തയ്യാറാക്കാൻ. എന്നിട്ട് ഇദ്ദേഹം ഒരു പേപ്പറിൽ എഴുതി കൊടുത്തു പ്രസംഗം. ഇദ്ദേഹം അങ്ങോട്ട് വായിക്കാൻ തുടങ്ങി. ഇംഗ്ലീഷിലാണ്. ഇത് പഠിപ്പിച്ചു ഇയാളെ 2 ദിവസം ഈ സെക്രട്ടറി എങ്ങനെയാ പ്രസംഗിക്കേണ്ടത് എന്നുള്ളത്. എങ്ങനെ 2 മിനിറ്റിന്റെ പ്രസംഗം പ്രസംഗിച്ചിട്ടും തീരുന്നില്ല. 10 മിനിറ്റായപ്പോൾ ആളുകളൊക്കെ ബഹളം വയ്ക്കാൻ തുടങ്ങി. ഇയാൾ സെക്രട്ടറിയെ വിളിച്ചിട്ട് ചോദിച്ചു, തന്നോട് ഞാൻ 2 മിനിറ്റിന്റെ പ്രസംഗമല്ലേ തയ്യാറാക്കാൻ പറഞ്ഞത്, താൻ എന്തിനാ 1/2 മണിക്കൂറിൻ്റെയൊക്കെ എഴുതിണ്ടാക്കിയതെന്ന്. അപ്പോൾ അദ്ദേഹം പറയാണ്, സെക്രട്ടറി പറയാണ്, സാർ 2 മിനിറ്റിന്റെ പ്രസംഗം ഞാൻ തയ്യാറാക്കിയുള്ളൂ, ബാക്കിയൊക്കെ അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാണെന്ന്. അപ്പൊ ഇതന്നെയാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരേ സാധനം തന്നെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്രയുള്ളവർക്കുള്ള ബോധം എന്ന് പറയാണ്. ഇങ്ങനെയാണ് അവരുടെ കാര്യം എന്ന് പറയുന്നത്. അപ്പം പറയുന്നു, നമ്മളൊക്കെ കമ്പയർ ചെയ്തിട്ട് ജീവിക്കുമ്പോൾ സ്വയം ചോദിക്കുക, എന്നെ പോലെ ഈ ലോകത്തിൽ വേറെ വല്ലവരും ഉണ്ടോ? എന്റെ ജീവിതം ജീവിക്കാൻ വേറെ വല്ലവർക്കും സാധിക്കുമോ? എന്റെ ജീവിതം എനിക്ക് മാത്രമല്ലേ ജീവിക്കാൻ സാധിക്കുള്ളൂ? പിന്നെ ഞാൻ എന്തിന് മറ്റുള്ളവരെ നോക്കി എന്റെ സുഖദുഃഖങ്ങളെ നിശ്ചയിക്കണം? എനിക്ക് എന്താണോ ഉള്ളത് അതിൽ ഞാൻ ആനന്ദമായി ഈശ്വര സ്മരണയിൽ ജീവിക്കുന്നു. അങ്ങോട്ട് നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആരൊക്കെ ഈ ലോകത്തിൽ എന്തൊക്കെ സുഖദുഃഖങ്ങളിൽ അനുഭവിച്ചാലും നമുക്ക് നമ്മുടെ ജീവിതത്തെ വാർത്തെടുക്കാൻ സാധിക്കും എന്നിവിടെ കാണിച്ചു തരികയാണ്. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് ഭക്ഷണത്തിന് ശേഷം നോക്കാം. ഇനിയുള്ള ഭാഗമാണ് മനോഹരമായിരിക്കുന്ന ഭാഗം, ഭരത രഘൂഗണ ഉപദേശം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.